നമസ്കാരം. നമ്മുടെ ഏറ്റവും അടുത്തുള്ളതിനെ അറിഞ്ഞാലല്ലേ നമുക്ക് പുറത്തുള്ളതിനെ അറിയാൻ സാധിക്കുള്ളൂ, അല്ലേ? അപ്പം നമ്മൾ ഏറ്റവും അടുത്തുള്ള അന്തരാത്മാവിനെയാണ് ആദ്യം അറിയേണ്ടത്. ഈ അന്തരാത്മാവിനെ അറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ സ്വന്തം മനസ്സിനെ എങ്ങനെ അറിയും? എങ്ങനെ അറിയും സ്വന്തം മനസ്സിനെ? അപ്പം ഈ അറിഞ്ഞിട്ടില്ലാത്ത സ്വന്തം മനസ്സിനെക്കാട്ടിലും അകലെയാണ് കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങൾ, അല്ലേ? ഈ ഇന്ദ്രിയങ്ങളെക്കാട്ടിലും അകലെയാണ് വൈവിധ്യത്തോടു കൂടിയ ഈ ഇന്ദ്രിയങ്ങളെക്കാട്ടിലും അകലെയാണ് വൈവിധ്യത്തോടു കൂടിയ ജഗത്ത് നിൽക്കുന്നത്. ആ ജഗത്തിലാണ് നമ്മുടെ ഇഷ്ടവും അനിഷ്ടവും ഇഷ്ടവും അനിഷ്ടവുമായ വ്യക്തികളും ജീവജാലങ്ങളും അങ്ങനെ എല്ലാം നിൽക്കുന്നത് ഈ ജഗത്തിലാണ്. ഇനി നാം നമ്മിൽ അഭിമാനിയായി പൂർവാനുഭവങ്ങളെ വെച്ചുകൊണ്ട് സങ്കല്പത്തിനാൽ ഒരു വ്യക്തിയെ നാം നമ്മളിൽ തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ആ സൃഷ്ടിച്ച അയാളും നമ്മളുമായിട്ടാണ് മിക്ക സന്ദർഭങ്ങളിലും പ്രശ്നം. പുറത്തുള്ള ആരുമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഇല്ല, പുറത്തുള്ളവരായിട്ടൊന്നും നമുക്ക് പ്രശ്നങ്ങളില്ല. അപ്പം പുറമേ കാണുന്ന വ്യക്തി നമ്മുടെ അകമേ മനസ്സിൽ സങ്കല്പത്തിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിൽക്കുന്നത്, അല്ലേ? ആ വ്യക്തി പുറത്താണ് ഉള്ളതെങ്കിലും നമ്മൾ കാണുന്നത് അകത്തുള്ള വ്യക്തിയെ വെച്ചുകൊണ്ടാണ്. ഇപ്പം മനസ്സിൽ സങ്കല്പത്തിൽ നിൽക്കുന്ന വ്യക്തി പ്രിയപ്പെട്ടവനാണെങ്കിൽ, നമ്മുടെ സങ്കല്പത്തിൽ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ, ആ സങ്കല്പത്തിലുള്ള വ്യക്തി പ്രിയപ്പെട്ടവനാണെങ്കിൽ ആ സങ്കല്പത്തിനോട് യോജിച്ചുകൊണ്ട് പുറമേ നിൽക്കുന്ന വ്യക്തിയെ നമ്മൾ കാണുകയുള്ളൂ. ഇപ്പം സങ്കല്പത്തിലുള്ള വ്യക്തിയെ പ്രിയമില്ലാത്ത വ്യക്തിയായി നമ്മൾ മാറ്റിയാൽ, എപ്പോൾ മാറ്റുന്നുവോ അപ്പം മുതൽ പുറത്തുള്ള വ്യക്തിയിൽ പ്രിയം ഉണ്ടാവില്ല, വിദ്വേഷം ഉണ്ടായി തുടങ്ങും. നമ്മൾ മനസ്സിൽ സങ്കല്പത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തികളെ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നുണ്ടല്ലോ. ആ സൃഷ്ടിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തികളുണ്ടല്ലോ, ആ വ്യക്തികളെ മാത്രമേ ജീവിതത്തിൽ നമ്മൾ കാണുള്ളൂ. വേറെ ഒരാളെയും കാണില്ല. അപ്പം യഥാ മമ സൃഷ്ടി തഥാ ദൃഷ്ടി. അപ്പം ഇപ്പം നമ്മുടെ അകമേ വ്യക്തികളെ, നമ്മുടെ അകമേ കേട്ടോ,
വ്യക്തികളെ സൃഷ്ടിക്കുവാൻ തക്കവണ്ണം സമർത്ഥമായിട്ടാണ് പുറത്തുള്ളവ നിൽക്കുന്നത്. നമ്മൾ അവനെ എനിക്കറിയാം, ഇവനെ എനിക്കറിയാം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തിയെ പുറമേ മാത്രം കണ്ടാൽ പോരാ, അല്ലേ? ആ വ്യക്തിയെ പുറമേ മാത്രം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം ആ വ്യക്തിയെ കൂടുതൽ അകമേക്ക് അറിയേണ്ടിയിരിക്കുന്നു. അപ്പം അകമേക്ക് അറിയുമ്പോൾ അറിഞ്ഞു തുടങ്ങുമ്പോൾ ആ അറിഞ്ഞു തുടങ്ങുന്നവ അകമേയുള്ളതാണ്. അകമേക്ക് അറിഞ്ഞു തുടങ്ങുമ്പോൾ അറിഞ്ഞു തുടങ്ങുന്നതൊക്കെ അകത്തുള്ളതാണ്, അകമേയുള്ളവയാണ്, അല്ലേ? അപ്പം അറിയുന്നവ മുഴുവൻ പുറം കാഴ്ചകൾക്ക് അപ്പുറത്തുള്ളതാണ്. പുറം കാഴ്ചകളെ വെച്ചുകൊണ്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ വിശകലനം ചെയ്യാൻ പറ്റില്ല. അതിനെല്ലാം അപ്പുറത്താണ്. ഇപ്പം കഠോപനിഷത്തിൽ 2-ാം അധ്യായത്തിൽ പ്രഥമ വല്ലിയിൽ 1-ാം ശ്ലോകത്തിൽ പറയാണ്, പരാഞ്ജികാനി വിതൃണ സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതിന അന്തരാത്മൻ കശ്ചിത് ധീരാത് പ്രത്യഗാത്മാനമൈഷത് ആവൃത്ത ചക്ഷുഃ അമൃതത്വമിച്ഛന്. അപ്പം ഈ ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി തുടങ്ങിയത് ഇന്ദ്രിയങ്ങൾ. ഈ ഇന്ദ്രിയങ്ങളുടെ എല്ലാ അനുഭവത്തിനും കാരണം അന്തരാത്മാവാണ്. നമ്മുടെ എല്ലാ അനുഭവത്തിനും കാരണം അന്തരാത്മാവാണ്. ആ അന്തരാത്മാവിനെ അല്പം പോലും പരിഗണിക്കാതെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുടെ പിന്നാലെ, ശബ്ദസ്പർശ രൂപരസഗന്ധം തുടങ്ങിയ വിഷയങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കണം. ഇത് ഭഗവാന് ഇത് തീരെ രസിച്ചില്ല. അപ്പം ഭഗവാൻ ഇന്ദ്രിയങ്ങളെ ശിക്ഷിച്ചു. അതുകൊണ്ട് അന്തരാത്മാവിനെ തിരിഞ്ഞു കാണാൻ ശേഷിയുള്ളവയല്ല ഇന്ദ്രിയങ്ങൾ. അപൂർവം ചില ധീരന്മാർ, ബുദ്ധിയുള്ളവർ, വിവേകികൾ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോകാതെ കണ്ണ് അകമേക്ക് തിരിച്ചിട്ട്, ഇങ്ങനെയാണ് കണ്ണ് കാണുന്നതെങ്കിൽ ഇങ്ങനെ തിരിക്കണം. കണ്ണിങ്ങനെ എല്ലാം പുറത്തുള്ളതിനെയാണല്ലോ കാണുന്നത്. ഇങ്ങനെ തിരിച്ചിട്ട് അകമേക്ക് തിരിച്ചിട്ട് ആവൃത്ത ചക്ഷുഃ അമൃതത്വമിച്ഛൻ, ചക്ഷുരാദി ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കി ഒരിക്കലും നഷ്ടമാവാത്ത എപ്പോഴും കൂടെയുള്ളതായ ആനന്ദാനുഭവം അനുഭവിക്കണം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അടുത്തുള്ള അന്തരാത്മാവിനെ ആണ് ആദ്യം അറിയേണ്ടത്. അതിനുള്ള ഭാഗ്യം ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഓം ശാന്തി ശാന്തി ശാന്തി.